കഴിഞ്ഞ ദിവസം കോട്ടയം വരെ പോയപ്പോൾ ഞാൻ ഈ റാണാസന എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചനെ കണ്ടു. ഹായ് ഹലോ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്പിയാണ്. ഇന്ന് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ രേണുസുതിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ കോട്ടയത്ത് പോയപ്പോൾ എനിക്ക് ഈ രേഷ്മ പി തങ്കച്ചനെ കണ്ടു. ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു. ഞങ്ങളുടെ സെൽഫി കൊള്ളാമോ? കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോഴേ ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം ഞാൻ ഈ കൊച്ചിനെ മോളെ വാ ഒന്ന് തൂക്കി നോക്കാം. അപ്പം ഞാൻ ഈ കൊച്ചിനെ ഒന്ന് തൂക്കി നോക്കി. അമ്പടാ, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. വെറും 50 ഗ്രാം. കൊച്ച് 100 ഗ്രാം പോലും ഇല്ല. 50 ഗ്രാം, 1 കിലോയിലും ഇല്ലെന്ന്, 50 ഗ്രാമേ ഉള്ളൂ. എനിക്കങ്ങ് സങ്കടം വന്ന് ഞാൻ ചോദിച്ചു, മോളൊന്നും കഴിക്കുന്നില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞത്, ചേച്ചി രാവിലെ ഒരു ദോശ, അല്ലെ ഒരു ഇഡ്ഡലി, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി, അല്ലെ ഒരു ഇടിയപ്പം, കട്ടക്കാപ്പി കുടിക്കും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കത്തില്ല, വൈകിട്ടും കഴിക്കത്തില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ മോളെ ആഹാരം കഴിക്കാതാണോ ഈ എല്ലാ ഷൂട്ടിങ്ങിനും ഇനാഗ്രേഷനും എല്ലാം പോകുന്നത്? ശക്തി വേണ്ടേ മോക്ക്? അതൊക്കെ ദൈവം തരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു, ചേച്ചി എവിടെ നാക്കിൻ്റെ നീളം ഒന്ന് തൂക്കി നോക്കാൻ. അപ്പം പഴയ കാലത്തെ കട്ടിയും ത്രാസോടില്ലല്ലോ. അപ്പം ഞാൻ അവിടെ ഒരു കടക്കാരനോട് ഇങ്ങനെ അന്വേഷിച്ച് എനിക്കത് കിട്ടി. ഞാനവിടെ നാക്കെടുത്തു ത്രാസയിലോട്ട് വെച്ചുടനെ ത്രാസിനകത്ത് ഇരിക്കുന്നില്ല. ഒരു കണക്കിൽ അവിടെ നിന്നവരും എല്ലാവരും കൂടെ എടുത്ത് അവിടെ നാക്കെടുത്ത് ത്രാസിനകത്തേക്ക് വെച്ചപ്പോൾ നാക്ക് 250 കിലോ ഉണ്ട്. അതിശയിച്ചു പോയി. നാക്കിന് ഇത്രയും ഭാരമോ, ഇത്രയും നീളമോ? എന്തോ നീളമാണ് നാക്കിന്. നമുക്കറിയാമല്ലോ, കാരണം ഈ ഇൻ്റർവ്യൂ ഒക്കെ പറയാൻ വന്നിരുന്നു കഴിഞ്ഞാൽ നാക്കിന് ഭയങ്കര നീളമാണ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പുള്ളി മറുപടി കൊടുക്കുന്നത്. അതും എവിടെ നിന്നാണ് ഈ വരുന്നത്? നാക്കിന് ഭയങ്കര നീളം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങോന്ന് ഇഞ്ഞു വരണ്ടായോ? ചില സമയത്തൊക്കെ ഈ പുള്ളിക്കാരത്തി ഇപ്പം പറയുന്നതല്ല, പിന്നെ പറയുന്നത് മാറ്റിയും കയറ്റിയൊക്കെ പറയും. ആദ്യം ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ വന്നപ്പോൾ പറഞ്ഞു കല്യാണം കഴിച്ചതാണ് ഈ റാണാസനയുടെ ആദ്യത്തെ കല്യാണമല്ലേ. വീട്ടുകാരൊക്കെ എതിർത്തു, കാരണം ഒരു കുട്ടിയുള്ളത് കൊണ്ട്. പിന്നെ വീട്ടുകാർ പിന്നെ അങ്ങ് സമ്മതിച്ച്, പപ്പയൊക്കെ സമ്മതിച്ച്, തങ്കച്ചൻ സമ്മതിച്ചങ്ങ് കല്യാണമൊക്കെ കഴിഞ്ഞു. വീണ അറിയാവോ? വീണ അറിയത്തില്ല. വീണ ഏതാ? എവിടെ നാക്കിൻ്റെ നീളം എൻ്റെ അമ്മച്ചിയേ. അവിടെ നിന്നവരൊക്കെ ഒത്തിരി സെൽഫിയൊക്കെ എടുത്ത് നാക്കിൻ്റെ നീളം ഇപ്പം കാണാൻ കേരളത്തിൽ ഭയങ്കര മഴയും കാറ്റും ഒക്കെ. നല്ലൊരു കാറ്റ് വന്നാൽ അവൾ പറന്നെതിരെ തെങ്ങിൻ്റെ മണ്ടയിൽ പോയി ഒട്ടിയിരിക്കും. പിന്നെ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ദൈവമേ, 50 ഗ്രാം ഭാരമുള്ള ഈ രേഷ്മ പി തങ്കച്ചനെയാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവനും ഓരോന്ന് പറയുന്നത്. ഈ കൊച്ച് എങ്ങനെ താങ്ങും ഇത്? ഒന്നാമതേ 50 ഗ്രാം ഭാരമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം, ഈ കൊച്ചിനത് താങ്ങാനുള്ള ത്രാണിയുണ്ടോ എന്ന്. ഒന്നാമതേ 50 ഗ്രാമേ ഉള്ളൂ. അതിൻ്റെ കൂടെ പിന്നെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ ബലം കൊണ്ടാണ് ഈ കൊച്ച് പിടിച്ചു നിൽക്കുന്നത്. കാരണം ഈ കൊച്ച് ആഹാരമൊന്നും കഴിക്കുന്നുമില്ല. ഓരോ ദിവസം വന്ന് എല്ലാവരെയും തെറി വിളിക്കുക. ദൈവമേ, സഹായിച്ചിട്ടുള്ളവരെല്ലാം ഭയങ്കര സംതൃപ്തിയിലിരിക്കുക. നമ്മുടെ ബിഷപ്പ്, ഫിറോസിക്ക, താജ്, മറുനാടൻ മലയാളീസ്, അവരെല്ലാം ഭയങ്കര ഹാപ്പിയിലാണ്. ഇപ്പം ഞാനിങ്ങനെ ഇടുമ്പോൾ എന്നോട് ഓരോരുത്തർ വന്ന് ചോദിച്ചു, നിങ്ങൾ കുലസ്ത്രീ, നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾ കണ്ടോ? നിങ്ങളെ അവളെന്തെങ്കിലും ചെയ്തോ? എന്തിനാണ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ വന്ന് സഹായിച്ചിട്ടുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവർ പറയാതിരിക്കുമോ? മറ്റുള്ളവർ പറയുമല്ലോ, അവളെ വെച്ചാണ് കണ്ടൻറ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് റീച്ച് കിട്ടാനല്ലേ ചെയ്യുന്നത്? അവളെ വെച്ച് റീച്ച് കിട്ടാനായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാനെന്തിനാണ് പ്രത്യേകിച്ചൊരു റീച്ച് ഉണ്ടാക്കുന്നത്? അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഒന്നാമത് ഈ കൊച്ചിന് വണ്ണമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തെടുത്തു, അവിടെ കടയിൽ നിന്ന് കുറച്ച് ഹോർലിക്സും ബദാമും ഓറഞ്ചും മുന്തിരി, കുറേ ഫ്രൂട്ട്സും പാലും പഴവും, അങ്ങനെ കുറേ ടോണിക്കും വണ്ണമൊക്കെ വെക്കുന്നത്, അങ്ങനെയൊക്കെ മേടിച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞു, ഒന്നാമത് മോളെ ഇത് കഴിക്കണം കേട്ടോ.
അപ്പോൾ ഈ കൊച്ചു പറയുന്നത്, ചേച്ചി എനിക്കിതൊന്നും മേടിക്കാൻ പൈസയൊന്നുമില്ല, എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്, വാച്ച് മേടിച്ച് തരുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്, എല്ലാം എനിക്ക് ഫ്രണ്ട്സാണ് വാങ്ങിച്ച് തരുന്നതെന്നാണ് ആ കൊച്ചു പറയുന്നത്. അപ്പോൾ ഈ 50 ഗ്രാം തൂക്കമുള്ള ഈ റേണാസനയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോഴേ ഈ റാണാസനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം, കാരണം സോഷ്യൽ മീഡിയയെ മിന്നി തിളങ്ങുന്ന. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.